സുഖമില്ലേ അമ്മനി? നീ ശേഖരനൊന്ന് വിളിക്കേ. ശേഖരേട്ടാ ഒന്ന് ഓടി വാ. പ്രതാപേട്ടാ വെള്ളം എന്തെങ്കിലും വേണോ? ഏട്ടാ ഏട്ടാ എന്തുപറ്റി? ഏട്ടാ ഏട്ടാ എന്താ? എനിക്ക് വയ്യ ഏട്ടാ. എന്താടാ അന്യരെ പോലെ അവിടെ തന്നെ നിന്നളഞ്ഞ? ഓ, ഞാൻ മറ്റൊരു കാര്യം മറന്നുപോയി. നമ്മളൊക്കെ ഇപ്പൊ ഈ വീട്ടില് അന്യരാണല്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഒറ്റയ്ക്ക് വരുത്തി വെച്ച വിനയാ. ഇതെല്ലാം എല്ലാവരും കൂടി അനുഭവിക്കണം. രാജുവിന്റെ വിവരമായിട്ട് അറിഞ്ഞോ? യാമിനി പറഞ്ഞു. മോള് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ഫലം? അവനെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു പക്ഷേ കണ്ടാലോ ഏട്ടാ? കണ്ടിട്ട് എന്ത് ഫലം? അവൻ തിരിച്ചു വരുമോ? ആത്മാഭിമാനമുള്ളവരാരെങ്കിലും തിരിച്ചു വരുമോ? രാജു സ്വമനസ്സോടെ പോയതല്ലല്ലോ. നമ്മുടെ ചേച്ചിയുടെ വാശിയും കുഴപ്പവും കൊണ്ട് പോകേണ്ടി വന്നതല്ലേ. പിന്നെ ഋതുമോക്ക് ഏട്ടനെന്ന് വെച്ച ജീവന്. ഏട്ടനില്ലാത്ത പരിസരത്ത് പോലും അവൾ ജീവിക്കില്ല. ഏട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ മോൾ അങ്ങനെ പറഞ്ഞു പോയതാ. അവൾക്ക് പ്രതാപേട്ടനെയും രാജുവിനെയും പിരിഞ്ഞ് ജീവിക്കാനേ പറ്റില്ല. അവർ പോകട്ടെ അല്ലേ ഏട്ടാ. ഏട്ടന്റെ നഴിയിൽ നിന്ന് ജീവിതം നശിപ്പിക്കാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അവൻ വളരെ നല്ലവനാ, ഒരു കാപട്യം അറിയാത്തവൻ. ഈ ആകാശത്തിന് കീഴിലെ ഏത് നാട്ടിൽ പോയാലും അവൻ രക്ഷപ്പെടുകട്ട. അവനങ്ങനെ പോയാ നമ്മുടെ ഋതുമോളോ പ്രതാപേട്ട? എനിക്കറിയില്ലേ യാമിനി. ഇതുവരെ അവളെ വളർത്തിയതും നോക്കിയതും നിങ്ങളല്ലേ. അപ്പോ ഇനി നിങ്ങൾ തന്നെ അവളെ നോക്കിക്കോ. എന്റെ കുഞ്ഞിനെ ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നും പറ്റാത്തൊരു അച്ഛനായി പോയി ഞാൻ. എന്റെ ഭാഗ്യദോഷം, അല്ലെങ്കിൽ എന്റെ വിധി. ഇപ്പൊ എല്ലാ ഏട്ടനും മനസ്സിലായില്ലേ? എല്ലാം നമ്മുടെ ചേച്ചിയുടെ കുത്തിത്തിരിപ്പും അഭ്യാസങ്ങളുമായിരുന്നെന്ന്. ആരെന്ത് കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളുണ്ടാക്കിയാലും അത് അവർക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കും ശേഖര. നീ കണ്ടില്ലേ എനിക്ക് കിട്ടിയ തിരിച്ചടികള്? ഞാൻ ആരെയും കുറ്റം പറയാനൊന്നും ഒരുങ്ങുന്നില്ല. കാരണം കുറ്റക്കാരൻ ഞാൻ തന്നെയാ. എന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാത്രമേ കൊള്ളത്തുള്ളൂ. കുടുംബജീവിതത്തിനൊന്നും എന്നെ കൊള്ളില്ല. ഉചിതമായ സമയത്ത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വന്ന ഞാൻ പരാജയപ്പെട്ട ആളാ. ഞാൻ ജീവിതത്തിന് അടിയറവ് പറഞ്ഞു കഴിഞ്ഞു. ചെല്ലിച്ചേരാ. വർമ്മ സാറിന്റെ വീട്ടിലെത്തിയ ഒരു 2 മിനിറ്റ്, അപ്പൊ തന്നെ നമുക്ക് തിരികെ പോവാം. ശരി സാർ. ചേട്ടാ ഒന്ന് സ്പീഡിൽ പോവോ? ശരി മാഡം. എന്തു പറ്റി ചേട്ടാ? അറിയില്ല മാഡം, ഞാനൊന്ന് നോക്കട്ടെ.
നീ എന്റെ കുടുംബം തകർക്കുമല്ലേ? അയ്യോ, എന്താ പ്രതാപേട്ടാ? പ്രതാപേട്ടാ, എന്തു പറ്റിയേട്ടാ? എനിക്ക് സുഖമില്ല യാമിനി. നീ ശേഖരനെന്ന് വിളിക്കേ. ശേഖരേട്ടാ, ഒന്ന് ഓടി വാ. പ്രതാപേട്ടാ, വെള്ളം എന്തെങ്കിലും വേണോ? ഏട്ടാ ഏട്ടാ എന്തുപറ്റി? ഏട്ടാ ഏട്ടാ എന്താ? എനിക്ക് വയ്യ ഏട്ടാ എനിക്ക് ഒട്ടും വയ്യടാ. ഏട്ടാ, ശേഖരേട്ടാ വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വാ, പിടിക്ക്. പതുക്കെ സൂക്ഷിച്ച്. മാഡം, എന്തുപറ്റി? വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരണം. വലിയ കംപ്ലൈന്റാ. രാജു, അകത്തേക്ക് വാ രാജു.